ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയമൊരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 10 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഡിസ്കൗണ്ട്. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടിൽ. കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ. ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിശദീകരണവുമായി ബാങ്ക് ഭരണസമിതി. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകുമെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപത്തുകയിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് ജീവനക്കാരായ 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൂതാപ്പാറൽ ചമ്മൻകുഴി അൻവർ, ആനമങ്ങാട് കാഞ്ഞിരുട്ടിൽ അലി അക്ബർ, തൂതാപ്പാറൽ സ്വാലിഹ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ടാണ് ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ മാധ്യമപ്രവർത്തകരെ കാണാനെത്തിയത്. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന യാതൊരു നീക്കവും ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ ഭരണസമിതി കർശന നിലപാട് സ്വീകരിക്കുമെന്നും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്ക്. ഏകദേശം 90 കോടി പരം രൂപ ഡെപ്പോസിറ്റുള്ള, 80 കോടിക്കപ്പുറം ലോൺ നൽകിയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിന്റെ ക്രെഡിബിലിറ്റിയെ തകർക്കാൻ ഉതകുന്ന രീതിയിലേക്കുള്ള ഒരു പരാതിയാണ് ഇതിന്റെ പരാതിക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ഈ പരാതിക്കാരായ വ്യക്തികളും ബാങ്കിലെ ഒരു ജീവനക്കാരും തമ്മിൽ നടന്ന അവരുടെ വ്യക്തിപരമായി നടത്തിയ ഒരു കൂട്ടുകച്ചവടമാണ് ഈ പറയുന്ന സംഗതികൾക്ക് ആസ്പദമായ സംഭവം. ഓൺലൈൻ മാർക്കറ്റിൽ നമുക്കൊക്കെ അറിയാം, പലതരത്തിലുള്ള ഓൺലൈൻ നിക്ഷേപങ്ങളുണ്ട്, പലതരത്തിലുള്ള കബളിപ്പികളിലൊക്കെ നമ്മൾ വാർത്തകൾ, നിങ്ങളൊക്കെ നിരന്തരം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ഈ ജീവനക്കാരൻ മുതിരുകയും അതിന് അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള, അദ്ദേഹത്തിന്റെ പരിചയക്കാരായ, നാട്ടുകാരായ, കൂട്ടുകാരായ ആളുകൾ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ളവർ കൂടിയാണ്, എല്ലാത്തവരെയും അതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. അത്തരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനകത്തേക്ക് ഫണ്ട് നിക്ഷേപിക്കുകയും ഈ ആളുകൾ അതിൽ ആകൃഷ്ടരായി അവർ തന്നെയാണ് അവരുടെ സ്വമേധയാ അതിലേക്ക് ഫണ്ട് നൽകിയിട്ടുള്ളത്. അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന പൈസയും അതുപോലെ തന്നെ അവിടെ ഡെപ്പോസിറ്റിന് മുകളിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടും ഒക്കെയാണ് ഇവർ ഇതിനകത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഓൺലൈനിലുള്ള ആളുകൾ അത് തട്ടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ ജീവനക്കാർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു നിർവാഹം വന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു പരാതിക്ക് ആസ്പദമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ പരാതിക്ക് ആസ്പദമായ സംഭവങ്ങളെ ഞങ്ങളുടെ ബാങ്ക് ഡയറക്ടർ ബോർഡ് ഇത് പരിശോധിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പരിപൂർണ ബോധ്യമായി ഞങ്ങളുടെ ബാങ്കിലുള്ള മറ്റ് ജീവനക്കാർ ആരും ഇതിൽ പങ്കാളികളാവുകയോ ഈ വിഷയങ്ങളെ അവരാരും അഡ്രസ്സ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു ജീവനക്കാർ, നമുക്കൊക്കെ അറിയാം, സ്വാഭാവികമായിട്ടൊരു കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള ഒരു സൊസൈറ്റിക്ക് കീഴിൽ ഒരു കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ നാട്ടുകാരായ ആളുകളാണ് വരിക. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊന്നും കൂടുതൽ ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇതെല്ലാം അവർ ചെക്ക് നൽകി, മതിയായ രേഖകൾ നൽകി, ആ രേഖകൾ അവരൊക്കെ തന്നെ ഒപ്പ് നൽകി അതിൻ്റെയൊക്കെ മുകളിലാണ്. എന്നാൽ ചില പ്രായോഗികമായി, ചില സാങ്കേതികമായി ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അതിനകത്ത് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ പരിശോധന കൂടി ഡിപ്പാർട്ട്മെന്റ് തലത്തിലും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം നിലയിലും അതിന് അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തട്ടിപ്പിന് ഇരയായി എന്നുള്ള ഈ ആളുകൾ ഞങ്ങളെ ഡയറക്ടർ ബോർഡിന് പരാതി നൽകിയ ആ സമക്ഷത്തിൽ തന്നെ ഈ പറയുന്ന വ്യക്തി അബ്ദുസലാം എന്ന് പറയുന്ന ഈ ബാങ്ക് ജീവനക്കാരനായ വ്യക്തിയെ ഞങ്ങൾ തൽസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിന് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ട് പുറക്കാണ് ഈ പറയപ്പെടുന്ന പരാതിക്കാരായ വ്യക്തികൾ പോലീസിന്റെ സഹായം തേടുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്കിൽ നിന്നുള്ള 3 ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ദ്രുതഗതിയിൽ തന്നെ ഞങ്ങൾ ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസ് ചാർജ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ താൽക്കാലികമായി ആ ജീവനക്കാരെ അന്വേഷണ വിധേയമായി ഞങ്ങൾ സസ്പെൻഡ്. ബാങ്കിലെ ഒരു ജീവനക്കാരൻ ചില അസാധാരണ ഇടപാടുകൾ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്വേഷണ വിധേയമായി ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തതാണെന്നും പിന്നീട് ഈ ജീവനക്കാരന്റെ അസാധാരണമായ ഇടപാട് സംബന്ധിച്ച് തുടരന്വേഷണങ്ങൾ നടത്തിയെടുക്കുന്നതിനിടയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും ഡയറക്ടർ ബോർഡ് മെമ്പർമാർ അറിയിച്ചു. സസ്പെൻഡ് ചെയ്ത ജീവനക്കാരനുമായി ബാങ്കിലെ മറ്റു ജീവനക്കാർക്ക് ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്ന് ബാങ്ക് ഭരണസമിതി വ്യക്തമാക്കി. സഹായസ്ഥമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആനമങ്ങാട് സർവീസ് സഹകരണ സംഘം. ഇതിലിപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 4 മാസങ്ങൾക്ക് മുമ്പുണ്ടായെന്ന് പ്രസിഡന്റ് പറഞ്ഞു. തീർത്തും വ്യക്തിയും ബാങ്കിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫും തമ്മിലുള്ള വ്യക്തിപരമായ ഇടപാടാണ് ഈ വിഷയത്തിലേക്ക്
ബാങ്കിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. തീർത്തും ഞങ്ങളുടെ മറ്റു സ്റ്റാഫുകൾ നിരപരാധികൾ ആണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഭരണസമിതിയിലെ വിശ്വാസം. ഭരണസമിതി പല ആളുകളും രാഷ്ട്രീയ പ്രചരണ ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. UDF ഭരിക്കുന്ന ബാങ്കൊക്കെ പറയുന്നുണ്ട്. UDF ഭരിക്കുന്ന ബാങ്കുകൾ പല സ്ഥലത്തും ഉണ്ടാവാം, UDF ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ബാങ്ക് ഞങ്ങൾ 13 അംഗങ്ങളാണ് ഭരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ UDFന്റെ അനുഭാവികളാണ്. പക്ഷേ ബാങ്ക് ഭരിക്കുന്നത് ഞങ്ങൾ ഡയറക്ടർമാരാണെന്നുള്ളത് കൂടി നമ്മുടെ നാട്ടുകാരെ അറിയിക്കും. ബാങ്കിലെ നിലവിലെ സാഹചര്യത്തിൽ ഇടപാടുകാരും നിക്ഷേപകരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. സാധാരണക്കാർക്കും കർഷകർക്കും വളരെയധികം ആശ്വാസം നൽകുന്ന സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പിന്തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. ബാങ്ക് പ്രസിഡന്റ് തൂളിയത്ത് ബഷീർ, ഭരണസമിതി അംഗങ്ങളായ CK റഫീഖ്, P ശശിധരൻ നായർ, CK സെയ്ദ് ഉമർ, P അബ്ദുൽ ഹമീദ്, മുഹമ്മദ് അലി എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.